നല്ല മധുരമുണ്ട്. അയ്യോ, അപ്പോൾ ഇതാണ് വയനാട്ടിൽ നിന്ന് വന്ന പാഷൻ ഫ്രൂട്ട്, സർബത്തും കായ. ഇത് നല്ല മധുരമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന പാഷൻ ഫ്രൂട്ട് ഇതാണ് കേട്ടോ. ഇതെല്ലാം നാട്ടിൽ നിന്ന് വന്നത്. ഇതൊന്നും കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ വളരെ നാച്ചുറൽ ആയിട്ട് ഉണ്ടായ സാധനങ്ങൾ ദുബായിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ പേര് നാഡീബലം എന്നൊരു മിഠായിയാണ്. കോട്ടക്കൽ ചന്തയിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ് അല്ലേ, ആളുകൾ തേടി വരുന്ന പറയുന്നത്. നല്ലൊരു മിഠായി, പഴയ നമ്മുടെ പൂർവീകര കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു മിഠായിയാണ്. ഒരു ചക്കര മിഠായിയൊക്കെ പോലെ ഫീൽ ഉണ്ടാവും. ഇതിന്റെ പേര് വാതോടി നാരങ്ങ എന്ന് പറയും. നമ്മൾ സ്കൂളിലെല്ലാം പോകുമ്പോൾ അടുത്ത വീടുകളുടെ മുറ്റത്തൊക്കെ വലിയ വാതോടി നാരങ്ങ ഉണ്ടാവും. ചാമ്പക്കെല്ലാം ഇവിടെ കിട്ടും, ഓരോ സീസണാണ്. ഞാവൽപ്പഴമെല്ലാം ഉണ്ടാവും. വംശനാശം സംഭവിച്ച് വേറിട്ട് പോകുന്ന നാടൻ കാർഷിക വിഭവങ്ങളെല്ലാം കിട്ടുന്ന ദുബായിലെ സ്ഥലം. ബുർജ് ഖലീഫ ഉള്ളതും ദുബായ് തന്നെയാണ്. ഇതേപോലെ നാഡീബലം കിട്ടുന്നതും ഈ ദുബായ് തന്നെയാണ്. ഞാലിപ്പൂവൻ പഴം, നേന്ത്രപ്പഴം, പിന്നെ നമ്മുടെ നാട്ടിൽ മൈസൂരി പഴം എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് പഴങ്ങൾ. അതേപോലെ തന്നെ ഇത് എന്താ കാട്ടുനെല്ലിക്ക അല്ലെ, വയനാട്ടിൽ നിന്ന് വന്ന ഇത് വയനാട്ടിൽ നിന്ന് കാട്ടുനെല്ലി. ഇത് സാധാരണ നെല്ലിക്ക അല്ലെ, നമുക്ക് എല്ലായിടത്തും കിട്ടും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത സാധനം ഒന്നല്ലേ കാണിക്കുന്നു. പക്ഷെ ഇതൊന്നും കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ ജൈവ കൃഷി, അങ്ങനല്ലേ, ജൈവ കൃഷിയിലൂടെ കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ട് ആ ഗ്രാമങ്ങളിൽ പോയി തേടി പിടിച്ച് കണ്ടെത്തി വളരെ റിസ്ക് എടുത്ത്. കാരണം ഇതെല്ലാം ഇങ്ങോട്ട് എക്സ്പോർട്ട് ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കര എഫേർട്ടാണ്. കാരണം കീടനാശിനി ഉപയോഗിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു കുത്ത് കോമ എല്ലാം കാണും, അങ്ങനത്തെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കസ്റ്റംസ് ക്വാളിറ്റി ചെക്കിലേക്ക് ഇത് എന്താണ്, കേടാണോ ചീഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കും. സഫിയദ്ദീൻ സലാംക്കൊക്കെയാണ് ഇതിന്റെ ആൾക്കാർ. ഇവർ കറാമയില് വയലും വീടും. അപ്പൊ ആ പേരിന് അന്വർത്ഥമാക്കുന്ന ഒരു കാഴ്ച തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഈ വയനാടൻ, ഇത് വയനാടല്ല, വയനാടൻ നെല്ലിക്ക, ഇത് നമ്മുടെ നാടൻ നെല്ലിക്ക, ലോബിക്ക, റൂബിക്ക എന്നീ പേരുകളൊക്കെ മലപ്പുറം, തൃശ്ശൂർ നാടുകളിലൊക്കെ അറിയപ്പെടുന്നതാണ്. കടലിന്റെ അടുത്തുള്ള മണലിൽ ഉണ്ടാവുന്ന കൂർക്ക, ചാവക്കാടൻ അല്ലേ. ചാവക്കാട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ കോട്ടക്കൽ ചന്ത ഉണ്ടാവില്ല. ഇതേപോലെ പല ഗ്രാമങ്ങളിലും പണ്ട് കാലം മുതൽ ഉണ്ടാവുന്ന ചന്തകളിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തി വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ഇതെന്താ കാച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മാളും ഇതിന്റെ പേര്, കാവത്ത് എന്നാണ് പറയാ. ഇതിനെന്താ പറയാ, നെനക്കിഴങ്ങ് അല്ലെ. ഇത് നാട്ടിൽ നിന്ന് ഓടുന്ന കാച്ച് വലുത് അല്ലേ. ഓക്കെ, ഇതെന്താ കൂവാന്ന് പറയുമ്പോ നമ്മള് അരച്ച് അല്ല, അതിന്റെ ശരിക്കുള്ള കിഴങ്ങ് എങ്ങനെയാണ്, കൂവട്ട. ഇതിന്റെ പൊടിയും ഇവിടെ കിട്ടൂല. ഇതാണ് കൂവപ്പൊടി. ഇത് ഇത്ര നല്ല പൈസയാണ് സാധനമല്ല. നാട്ടില് നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് ഗ്രാമിന് തന്നെ ഇതിന് ഭയങ്കര പൈസ ആയിരിക്കും. ഇതൊക്കെ ഇതേപോലെ നാച്ചുറൽ ആയിട്ട് ഇവിടെ എത്തിച്ച സാധനമാണ് കേട്ടോ. ഇതൊക്കെ 100% കീടനാശിനി മുക്താണ് അല്ലെ. ഈ തേങ്ങയുടെ പൊങ്ങ് കഴിക്കണമെന്ന് കുറെ ആളുകൾക്ക് നൊസ്റ്റാൾജിക് ആഗ്രഹങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ വയലും വീടും കറാമയിൽ വന്നു കഴിഞ്ഞാൽ, ഇവരെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഉറിയില് തൈര് ഉറഴിക്കുക എന്നല്ല പറയാ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഉറിയെല്ലാം ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് നെയ്യ് അല്ലെ, ശുദ്ധമായ പശു നെയ്യ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് മധുര തുളസി, പിന്നെ കുടംപുളി, പിന്നെ എന്താണ് കമ്പം അല്ലെ, അരിപ്പൊടി, കല്ലുപ്പ്, ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ നീ കൊണ്ടുവന്നാൽ കിട്ടും. ചക്ക കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ വന്നത് വാങ്ങിക്കോളൂ കേട്ടോ. പച്ചമാങ്ങ ഉപ്പിലിട്ടതാ, പച്ചമാങ്ങ ഉപ്പിലിട്ടൊക്കെ കൂടെ കിട്ടും കേട്ടോ. രസമുണ്ട്. ഈ ഈനാമ്പഴം നമ്മുടെ നാട്ടിലായി വരുമ്പോഴേക്ക് കിളികൾ കൊത്തിക്കൊണ്ടോ നമുക്ക് കിട്ടാറില്ല. അപ്പൊ ദുബായിൽ കറാമിയിൽ വന്നാൽ അതേപോലെ മുറ്റത്തുണ്ടായി ഈനാമ്പഴൊക്കെ ഇവിടെ കിട്ടും. അന്വേഷിച്ച് കണ്ടെത്തി കിട്ടണ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടല്ലേ, എന്നാലും ദുബായിൽ എത്തിക്കും. നാച്ചുറൽ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നാട്ടിൽ പോലും ഇപ്പൊ ഇത്തരം സാധനങ്ങൾ കിട്ടൽ കുറവാണ്. നമ്മളെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം കൂടിയാണ്. ചെറിയൊരു ഷോപ്പാണെങ്കിലും നിരവധി മനുഷ്യരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാൽ സമ്പന്നമായ ഒരു ഷോപ്പാണ് കേട്ടോ.